റീറ്റെയിലിംഗ് ദ കസ്റ്റമർ, അതാണ് ബിസിനസിന്റെ സക്സസ്. ഖത്തർ AEO में टोटल 50 कंपनी, 47 पोजीशन में ABC है. 2008 രജിസ്റ്റർ ചെയ്ത് ആക്ച്വൽ ഓപ്പറേഷൻ തുടങ്ങിയത് 2009. എനിക്കാലത്തിലുള്ള പഴയ നമ്മൾ ABC എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അന്ന് അവിടെ തുടങ്ങിയത്. ഇന്നിപ്പോൾ നമ്മൾ 14 കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. വി ഹാവ് എ വർക്ക് ഫ്ലോ ആൻഡ് വി ഹാവ് എൻ SOP ഫോർ ദ സെയിം. ABC സെറാമിക് ആണ് നമ്മളൊരു റീറ്റെയിൽ ബെഞ്ച് മാർക്ക്. ഇതൊരു ചെറിയ കൺട്രി അല്ലേ? നിങ്ങൾ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്? പോപ്പുലേഷൻ്റെ 65% ദോഹ സിറ്റിയിലാണ് താമസിക്കുന്നതും വർക്ക് ചെയ്യുന്നതും ബിസിനസ് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നതും. ഈ 65% ആളുടെ ഇടയിൽ നമ്മളൊരു സ്മോൾ ബോക്സിംഗ് റിങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഫൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്. യൂസ്ഡ് എക്യുപ്മെന്റ്സിന്റെ മാർക്കറ്റാണ് നെതർലാൻഡ്, യൂറോപ്പിൽ. 2 ട്രക്ക് എടുക്കാൻ പോയതാണ് അന്ന്. ഇന്ന് 30 ട്രക്ക് ഉണ്ട്. അൽഹംദുലില്ലാ QBH ലീഡ് ചെയ്യുന്നത് ഗുൽസാറാണ്. 30 ട്രക്ക് മാന്യമായ രീതിയിൽ ഒരു ലോജിസ്റ്റിക് കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ലോകത്തുള്ള എല്ലാ സ്ഥലത്തു നിന്നും സാധനം എടുക്കാനുള്ള ഓപ്ഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ലോഫി ഇന്ന് നമ്മൾ ABC ഖത്തർ ഗ്രൂപ്പിന്റെ ഏറ്റവും ലാർജസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതും സെക്കൻഡ് ലാർജസ്റ്റ് ബേക്കറി ആയിട്ടുള്ള ലണ്ടൻ ബേക്കറി എന്ന് പറയുന്നത് ലോഫി എന്ന് പറഞ്ഞ പേരിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ലിസ്റ്റഡ് കമ്പനി ആയിട്ടുള്ള ക്യൂബേക്ക് എന്ന് പറയുന്ന കമ്പനി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് സെക്കൻഡ് ലാർജസ്റ്റ് ബേക്കറി ലണ്ടൻ ബേക്കറിയാണ്. ABC ലൈറ്റ്സ് നമ്മൾ സൽവാർ റോഡ് ABC സെറാമിക്കിന്റെ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ഷോപ്പിൽ തന്നെയാണ് നമ്മളിപ്പോൾ. 2021 തന്നെ ഞാനും നമ്മൾ ഇവരെല്ലാം കൂടിയിട്ട് വന്ന് വെറുതെ ഡ്യൂൺസ് പോയതാണ്. ആ റീസൺ കാരണം ഉണ്ടായ കമ്പനിയാണ് ഗിയർനോഷൻ. ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ വാങ്ങിച്ച ഫർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റാണ് ഇന്ന് ഐഡിയൽ ഹോം ആയിട്ടുള്ളത്. നമ്മൾ ഫർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റിന്റെ ഐഡിയൽ ഹോം എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ പോയി. AC-യും കുബൂസും ഇല്ലെങ്കിൽ ഗൾഫിൽ ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മൾ എന്താക്കി, ഓണൻസിസ് എന്ന് പറഞ്ഞ് നമ്മളൊരു ബ്രാൻഡ് എയർ കണ്ടീഷൻ ABC ലക്സിന്റെ ഉള്ളിൽ HVAC-ന്റെ ഡിസ്പ്ലേ, AC-ന്റെ ഡിസ്പ്ലേ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ അൺലിമിറ്റഡ് അല്ലേ സ്മാർട്ട് ഹോം പ്രൊഡക്ട്സിന്റെ ഡിസ്പ്ലേ ഉണ്ടാവും. ഹോം സിനിമന്റെ ഡിസ്പ്ലേ ഉണ്ടാവും. ചൈനയിലെ കൂക്കിലു എന്ന് പറയുന്ന ലൊക്കേഷനിൽ അത് ഒരു മലയാളി ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവിനെ നമ്മൾ അവിടെ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ റീറ്റെയിലേക്ക് കിടക്കുമ്പോൾ റീറ്റെയിൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് വെരി അഗ്രസീവായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ സെയിൽ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്ല നമുക്ക് ഉപകരിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അഷ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ PWD പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ്. അഷ്കലിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ പ്രൊജക്ട്സ് സ്കൂൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി വരും. ഖത്തർ ചാരിറ്റീന്റെ സിൽവർ പാർട്ട്ണറാണ് നമ്മൾ. ഖത്തർ ചാരിറ്റിയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ലുലു, റവാബി ആ കാറ്റഗറിയിലുള്ള ആൾ മാത്രമേ ഉള്ളൂ. നമ്മൾ എല്ലാ കമ്പനിയും എംപവർ ആയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഗ്രേഡിലേക്ക് പോകും ഇൻഷാ അല്ലാഹ്. ആവറേജ് ഒരു മാസം നമുക്ക് കൊമേഴ്ഷ്യൽ ആൻഡ് പാസഞ്ചർ കാറിന് 20,000 റിയാലിന്റെ ഫ്യൂൽ എക്സ്പെൻസ് വരുന്നുണ്ട് അല്ലെ, വെറും പാസഞ്ചർ കാറിന്റെ എക്സ്പെൻസ്. ഇപ്പൊ 30ഓളം EV കാറ് നമ്മളിപ്പോ ഓടുന്നുണ്ട്. ഖത്തർ സസ്റ്റൈനബിലിറ്റി വീക്കിൽ നമ്മൾ ഓൾറെഡി ലിസ്റ്റഡ് ആണ്. അത് ഖത്തർ ഫൗണ്ടേഷന്റെ ഒരു ഇനീഷ്യേറ്റീവ്. ഒരു ദിവസം നോ പേപ്പറൊന്നുമില്ല. നമ്മളെല്ലാം വാട്സപ്പിൽ മറ്റേ അതിലെല്ലാം ഓട്ടോമാറ്റിക്കലി പോകും. കാറ് ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നത്, ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നത് എല്ലാം ഓൺലൈനിലായി. പക്ഷേ ഇവിടെ ഒരു ട്രക്ക് ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെയിലത്ത് പോയിട്ട് കുറേ ആളെ സംസാരിച്ചിട്ട് 500 റുപ്യക്ക് തരുമോ 400 റുപ്യക്ക് തരുമോ എന്ന് ചോദിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഇന്നത്തെ മാർക്കറ്റിൽ ഇവിടെ ഉണ്ട്. അത് നമ്മൾ 5 വർഷം മുമ്പേ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്ത ഈ ട്രക്ക് ബുക്കേഴ്സ് ഇൻഷാ അല്ലാഹ് ഇൻ കമ്മിങ് ഇയേഴ്സിൽ നമ്മൾ എന്താക്കും, ലൈവ് ആവും ഇൻഷാ അല്ലാഹ്. ഇനീഷ്യേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ ഞാൻ മാറി നിൽക്കാം. നമ്മൾ അറിയാത്ത ഇൻഡസ്ട്രി ആകുമ്പോൾ നമുക്ക് ചെറിയ പരാജയങ്ങളും ചെറിയ നഷ്ടങ്ങളും ചെറിയ ബുദ്ധിമുട്ടുകളെല്ലാം എന്തായാലും ഇനീഷ്യൽ സ്റ്റേജിലുണ്ടാവും. നിങ്ങൾ ഓരോരാളും ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ഇനീഷ്യേറ്റ് ചെയ്യണം തന്നെയാണ് നമ്മൾ ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.